സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഈ ചൂടുകാലത്തിന് പറ്റിയ ഒരു കറീനെയാണ് മാമ്പഴ പുളിശ്ശേരി പ്ലസ് പഴം, നേന്ത്രപ്പഴം ചേർത്തിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നാണ് ഈ നാടൻ മാമ്പഴം. അത് കിട്ടിയപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ലത എന്നുള്ള പേര്, ലത എന്നോട് പറഞ്ഞു, ടീച്ചറെ ഇതൊന്ന് പുളിശ്ശേരി ഉണ്ടാക്കി നോക്കൂ, ഭയങ്കര ടേസ്റ്റാണ്, നിങ്ങളുടെ മൂവാണ്ടമാങ്ങ പോലെയല്ല, അതിലൊക്കെ ടേസ്റ്റ് കൂടുതലുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ മൂവാണ്ടമാങ്ങി നേന്ത്രപ്പഴം കൂടിയിട്ടുള്ള പുളിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. വളരെ സ്വാദുള്ളതാണ്. അത് മാത്രമല്ല നമ്മുടെ ചൂടിന് പറ്റിയ ഒരു കറിയാണ്. അതുകൊണ്ട് അത് നിങ്ങളെല്ലാവരും കാണുമെന്ന് വിചാരിക്കണം, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യും വേണം. നേന്ത്രപ്പഴം നോക്കൂ, ഒരു നേന്ത്രപ്പഴം ഞാൻ എടുത്തിരിക്കണേ, അത് ഇതിലരിഞ്ഞിടും. ഹാഫാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാത്രം മാമ്പഴം നേന്ത്രപ്പഴം കൂടിയിട്ടുള്ള പുളിശ്ശേരിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ മാമ്പഴ പുളിശ്ശേരി വയ്ക്കും, പഴം കൊണ്ട് പുളിശ്ശേരി വയ്ക്കും. പക്ഷേ മാമ്പഴം നേന്ത്രപ്പഴം തമ്മിലുള്ള പുളിശ്ശേരി കുറവല്ലേ. വെള്ളം ഒഴിച്ച് ഇതാ വേവിക്കാൻ വയ്ക്കണം കേട്ടോ. നല്ല പോലെ കടന്ന് വേണം. അതിൽ മഞ്ഞൾപ്പൊടി ഇടുക, രണ്ടും വേവട്ടെ. മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഒരു ലേശം മുളകുപൊടി ഇടണം. നിർബന്ധമൊന്നുമില്ല. മാമ്പഴ പുളിശ്ശേരിയിലൊക്കെ കുറച്ച് എരിവുണ്ട്, ഒരു ലേശം മുളകുപൊടി ഇടണം. അത് കടന്ന് വേവട്ടെ. നമുക്ക് ഉപ്പ് വേണ്ടിയിട്ടാൽ മതി, ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നാളികേരം, 1/2 ടീസ്പൂൺ ജീരകം, ഒരു പച്ചമുളക് കേട്ടോ കൂടിയിട്ട് അരക്കണം. നല്ല പോലെ മഷി പോലെ അരച്ചിട്ട് നമുക്ക് കൂട്ടാണ്ട് ചേർക്കണം. തൈര് ഒഴിച്ചു കേട്ടോ. തൈരൊക്കെ കൂടി അരച്ചു കേട്ടോ. നല്ല പോലെ അരക്കണം, നല്ല പോലെ അരച്ച് വെക്കണം. ശർക്കരയും മാങ്ങി നേന്ത്രപ്പഴം നല്ല പോലെ വെന്തു കിട്ടാം. ഇതിൽ ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ ശർക്കര വെള്ളം സ്റ്റോക്ക് ഉണ്ട്, അത് കാരണം ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങളതുപോലെ വീട്ടിൽ കുറച്ച് ശർക്കര വെള്ളം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ വളരെ ഈസിയാണ്. കുറച്ച് ഒഴിച്ചാൽ മതി, മധുരത്തിനനുസരിച്ച്. ഇത് ഞാൻ കിടന്ന് വേവട്ടെ കേട്ടോ. നന്നായി കിടന്നു കുറച്ച് ഒഴിച്ചാൽ മതി, ഇത് ഒഴിക്കണ്ട. 2-3 ടീസ്പൂൺ ശർക്കര വെള്ളം. ഇനി അത് കിടന്ന് വേവട്ടെ, നല്ല പോലെ കിടന്ന് വേവണം, സിമ്മിൽ കിടന്ന് വേവണം കേട്ടോ. എന്നാലാണ് മാമ്പഴത്തിന് വേവ് വെച്ചാൽ അതിന് സ്റ്റിച്ച്. ഇവിടെ ഞാൻ ജീരകവും നാളികേരവും പച്ചമുളകും തൈരും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിന് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി കരായി. മാങ്ങ ശർക്കരയിൽ കിടന്ന് നല്ല പോലെ മാങ്ങി പഴം കൂടി വെന്തു കേട്ടോ. ഒന്നും കൂടി ഇവിടെ വെള്ളം മതിയോട്ടെ, എന്നിട്ട് വേണം അത് ശരിയായി. നല്ല മണം വരുന്നുണ്ട്, മാങ്ങടിയും പഴത്തിൻ്റെയും കൂടിയുള്ള മണം കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഒന്നും ഇവിടെ വറ്റിട്ടാ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മളിവിടെ നാളികേരും ജീരകവും പച്ചമുളകും കൂടി അരച്ചിട്ട് മോര് കൂടിയിട്ടുള്ളത് ഇതിന് കേട്ടോ. ഇതിൽ ഒഴിച്ചാൽ മാമ്പഴ പുളിശ്ശേരി ഒരു സെക്കൻഡ് കൊണ്ട് കലായി കേട്ടോ. ഇതിൽ ഒഴിച്ചു കേട്ടോ. ഇനി ഇത് തിളയ്ക്കാനൊന്നും നിൽക്കണ്ട, കലായി. മാമ്പഴ പുളിശ്ശേരി കലായി പാകമായി. അധികം തിളക്കി നിൽക്കണ്ടാവുന്ന തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്ത് കടുക് വറുത്തല കേട്ടോ. അധികം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഒരു നുള്ള ഉലുവ ഇതിന് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഉലുവ ഇടണം. കടുക്, പിന്നെ അത് കഴിഞ്ഞ് ഒന്നുകൂടെ പിന്നെ കറിവേപ്പില, ഇനി നോക്കാം. കടുക് വറുത്ത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി കാലായി. ഇനി ഇതിൽ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ കേട്ടോ, ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പ് കുറവുണ്ടെങ്കിൽ വന്നിട്ടുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര ടേസ്റ്റ്. മാങ്ങയും പഴം കൂടി ഭയങ്കര ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ.